ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് റെസിപ്പി. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാകുമെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇവിടെ ഞാനൊരു പാനിലേക്ക് 5 കപ്പ് വെള്ളം തിളപ്പിക്കാനായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ ഒരു മീഡിയം സൈസ് സവാള, ഒരു ചെറിയ ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 4 വെളുത്തുള്ളി അല്ലി ചതച്ചത്, ഒരു 150 ഗ്രാം ചിക്കൻ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പാൻ അടച്ചു വെച്ച് ഒരു 25 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വേവിക്കാനായി വയ്ക്കുക. നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ഇപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേവിച്ച ചിക്കൻ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. അതിനുശേഷം ചിക്കൻ വേവിച്ച വെള്ളം, അതായത് ചിക്കൻ സ്റ്റോക്ക് അരിച്ചെടുക്കുക. ചിക്കൻ സ്റ്റോക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ചിക്കൻ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുക. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അല്പം വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാറ്റിവെക്കുക. സൂപ്പിനൊരു കൊഴുപ്പ് കിട്ടുവാൻ വേണ്ടിയാണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു മുട്ട പൊട്ടിച്ച് അതിൻ്റെ വെള്ള എടുക്കുക. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന സൂപ്പിൻ്റെ മുകളിൽ പാട പോലെ പൊങ്ങിക്കിടക്കുന്നത് മുട്ട ചേർക്കുന്നതാണ്. അപ്പോൾ അതിനായി മാത്രം ഞാനിവിടെ മുട്ട ചേർത്തന്നേ ഉള്ളൂ. ഇങ്ങനെ വേണ്ട എങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. സൂപ്പിലേക്ക് ചേർക്കുവാനായി ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ ക്യാബേജ്, 4 ടേബിൾ സ്പൂൺ ക്യാരറ്റ്, 2 ടേബിൾ സ്പൂൺ ബീൻസ്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 തണ്ട് സ്പ്രിംഗ് ഒനിയൻ. സ്പ്രിംഗ് ഒനിയൻ്റെ വെളുത്ത പാർട്ട്, അതായത് സ്പ്രിംഗ് ഒനിയൻ ബൾബും നമുക്ക് സൂപ്പിലേക്ക് അരിഞ്ഞു ചേർക്കാവുന്നതാണ്. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 15 സെക്കൻഡ് നേരം ഇളക്കിയതിനു ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന മറ്റു വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒരു 30 സെക്കൻഡ് നേരം ഇളക്കി കൊടുക്കുക. ഇത് നല്ലപോലെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ്, ഞാനിവിടെ ലൈറ്റ് സോയ സോസാണ് എടുത്തിരിക്കുന്നത്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടീസ്പൂൺ വിനെഗർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പഞ്ചസാര. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ചേർത്ത് ഇളക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരി വേണമെങ്കിൽ അല്പം കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ചെറിയ പീസാക്കി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒരു 2 മിനിറ്റ് നേരം നന്നായി തിളപ്പിക്കുക. അതിനുശേഷം മാറ്റി വെച്ചിരിക്കുന്ന മുട്ട അല്പാൽപമായി ചേർത്ത് ഇളക്കുക. അതുപോലെ തന്നെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ഇതുപോലെ അല്പാൽപമായി ഒഴിച്ചു കൊടുത്ത് ഇളക്കുക. ഇനി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒനിയനും ഇതിലേക്ക് ചേർത്തിളക്കി കൊടുക്കുക. ഇത് ഒരു 4 ബോളിൽ സെർവ് ചെയ്യാനുള്ള സൂപ്പുണ്ട്. സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു സെർവിങ് ബോളിലേക്ക് ഒഴിച്ച് ചൂടോട് തന്നെ സെർവ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക. പുതിയ ഒരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.